वा जयो कुञ्ज बिहारी जय राधा माधवा जयो कुञ्ज विहारी जय गोपीजनवल्लभा जयो गिरिवरधारी जयो गिरिवरधारी जय गोपीजनवल्लभा जयो गिरिवरधारी जयो गिरिवरधारी यशोदनन्दन व्रज जनरञ्जन यशोदनन्दन जना यमुनतीरावनचारी यमुनतीरावनचारी പിന്നെ ബാക്ക് ക്യാം ആണ് വെച്ചേക്കുന്നത്. ഹരേ കൃഷ്ണ. പ്രഭു ബാക്ക് ക്യാം ആണ് വെച്ചേക്കുന്നത്. ഹരേ കൃഷ്ണ. जयो कुंज विहारी जय रातमा ഹരേ കൃഷ്ണ. പ്രഭു കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ലല്ലോ. ഹരേ കൃഷ്ണ. വോയിസ് ബ്രേക്ക് ആവുക. ബ്രേക്കല്ല, ഒന്നും കേൾക്കാനില്ല. ഹരി ബാക്ക് ക്യാമറയാണ് വെച്ചേക്കുന്നത്. ഹരേ കൃഷ്ണ പ്രഭു. ഇപ്പൊ ഓക്കെയാണ്, കേൾക്കാമോ ജി? കേൾക്കാം പ്രഭു, കേൾക്കാം. ഇപ്പൊ ക്യാമറ ഓക്കെയാണ്, കേൾക്കാനും പറ്റുന്നുണ്ട് പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ ജസ്റ്റ് കറണ്ട് ഇല്ല മാജി, അതാണ്. വൈഫൈ ഇല്ല. വൈഫൈയുടെ പ്രശ്നം. ഓക്കെ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. തുടങ്ങാം. ഡയറക്റ്റ് ഭാഗത്തിലേക്ക് പോട്ടെ മാജി? ഓക്കെ പ്രഭു. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ബഹുമാനപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും വിനീതമായ നമസ്കാരം. ചർച്ച ചെയ്യുന്നത് ശ്രീമദ് ഭാഗവതം 1-ാം ഭഗവാൻ. അതേനെയുള്ള നിത്യേന ജോയിൻ ചെയ്യുന്ന എല്ലാ ഭാഗത്തിലേക്ക് കടക്കാം. ശ്രീമദ് ഭാഗവതം 1:8 23. യഥാ ഹൃഷീകേശഖലേന ദേഡം ശുചാർപ്പിതാ വിഭോ
തായേന നാഥേന മുഹുർവിപദ്ഗണാഗി കംസേന ആദിദാചിരം ശുചാർപ്പിതജാത്മവിഭോ ത്വയേന നാഥേന മുഹുർവിപദ്ഗണാത് യഥാ ഹൃഷീകേശഖലേന ദേവകീ കംസേന രുദ്ധാദിദം ചിരം ശുചാർപ്പിതാ വിമോചിതാഹം ച പ്രഭു ക്യാമറ ഒന്ന് ഓഫ് ചെയ്തിട്ട് പറഞ്ഞു നോക്കട്ടെ, കേൾക്കാൻ പറ്റും ചിലപ്പോ. ഹരേ കൃഷ്ണ, എല്ലാരും കേൾക്കുന്നുണ്ടോ? എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. കേൾക്കുന്നില്ല, ക്ലിയർ ആവുന്നില്ല, ഹരേ കൃഷ്ണ. ക്ലിയർ അല്ല. ഹരേ കൃഷ്ണ, ഒന്നും കേൾക്കുന്നില്ലല്ലോ. ഹരേ കൃഷ്ണ പ്രഭു, ക്യാമറ ഓഫ് ചെയ്തിട്ട് പറഞ്ഞു നോക്കട്ടെ, ചിലപ്പോ കേട്ടേക്കും. അതെ പ്രഭു ലെഫ്റ്റ് ആയി, അവിടെ റേഞ്ച് ഇഷ്യൂ ആണ്. പ്രഭു കയറട്ടെ, പറയാം പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു വീഡിയോ ഓഫ് ചെയ്തിട്ട് സംസാരിച്ചാൽ കുറച്ചുകൂടെ നെറ്റ് ക്ലിയർ ആവും. ഹരേ കൃഷ്ണ പ്രഭു. ഇപ്പൊ ക്ലിയർ ആണോ മാജി? ഇപ്പൊ നന്നായിട്ട് കേൾക്കാം പ്രഭു. വീഡിയോ ഇപ്പൊ സോറി മാജി, ഇത് നമ്മുടെ കുഴപ്പമില്ല പ്രഭു, അതൊക്കെ ഇത് നെറ്റ് ഇഷ്യൂ അല്ലേ പ്രഭു, അതൊന്നും ഒരു വിഷയമല്ല പ്രഭു. ദയവായി എടുക്കണം പ്രഭു. സോറി പറയുന്നത്. വിവർത്തനം. അല്ലയോ ഹൃഷികേശ, ഇന്ദ്രിയങ്ങളുടെ നാഥനും പ്രഭുക്കന്മാരുടെ അധിപനുമായ അങ്ങ് കംസരാജാവിനാൽ ദീർഘകാലം തടവിലാക്കപ്പെടുകയും പീഡിപ്പിക്കുകയും ചെയ്ത അങ്ങയുടെ മാതാവായ ദേവകിയെ സ്വതന്ത്രമാക്കുകയും എന്നെയും എന്റെ മക്കളെയും അനുക്രമമായ ആപത്തുകളിൽ നിന്ന് സദാ സംരക്ഷിക്കുകയും ചെയ്തു. ഭാവാർത്ഥം: ദേവകിയുടെ എട്ടാമത്തെ പുത്രനാൽ വധിക്കപ്പെടുമെന്ന് ഭയപ്പെട്ട അഭ്യസൂയനായ കംസരാജാവ് കൃഷ്ണന്റെ മാതാവും കൃഷ്ണന്റെ സഹോദരിയുമായ ദേവകിയെ അവരുടെ ഭർത്താവിനോടൊപ്പം കാരാഗൃഹത്തിൽ അടച്ചു. കൃഷ്ണൻ മുമ്പ് ജന്മമെടുത്ത എല്ലാ പുത്രന്മാരെയും കംസൻ നിഷ്കരുണം വധിച്ചു. എന്നാൽ മാറ്റപ്പെട്ടതിനാൽ കംസന്റെ ശ്രീകൃഷ്ണൻ അത്യധികം ദാക്ഷിണ്യമാണ് അദ്ദേഹം ദേവകിയുടെ ഇതം രക്ഷിച്ചു. അപ്രകാരം അധികം പ്രീതി കുന്തിദേവിയോട് ഭഗവാൻ പ്രദർശിപ്പിച്ചു. ദേവകിയുടെ പതി ജീവിച്ചിരിക്കയാലും എന്നാൽ കുന്തിദേവി വിധവയാകയാലും അവരെ സംരക്ഷിക്കാൻ മറ്റാരും ഇല്ലെന്നത് ഭഗവാൻ ഇപ്രകാരം പ്രവർത്തിച്ചതിന് മുഖ്യ കാരണം. മഹാവിപത്തിൽ അകപ്പെട്ട ഭക്തനോട് ശ്രീകൃഷ്ണൻ അധികം ദാക്ഷിണ്യം പ്രകടിപ്പിക്കുകയാണെന്ന് ഇതിൽ നിർണയിച്ചിരിക്കുന്നത്. ചിലപ്പോഴൊക്കെ ഭഗവാൻ അദ്ദേഹത്തിന്റെ ഭക്തന്മാരെ ഇത്തരം ആപത്തുകളിൽ അകപ്പെടുത്തുന്നു. എന്തെന്നാൽ ഈ നിസ്സഹായ അവസ്ഥയിൽ ഭക്തൻ ഭഗവാനുമായി കൂടുതൽ സൗഹൃദത്തിലായിത്തീരുന്നു. ഒരു ഭക്തൻ ഭഗവാനുമായി എത്രത്തോളം ഗാഢബന്ധത്തിലാകുന്നു അത്രത്തോളം അവന് വിജയം പ്രാപ്തമാക്കുന്നു. ഓം ജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമോ വിഷ്ണുപദായ ഭക്തിവർഷ
സ്വാമി. നമസ്തേ സരസ്വതി ദേവി ഗൗരവാണി ദേശത്തായി वाञ्छाकल्पितभ्यो वैष्णवेभ्यो नमो। अनंतकोटि वैष्णव की जय। आचार्य श्रील हरिदास ठाकुर की जय। श्रील प्रभुपाद की जय। ഹരേ കൃഷ്ണ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ശ്രീമദ് ഭാഗവതം 1:8-23. ഈ ശ്ലോകം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് കുന്തി ദേവി ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാനോട് സംസാരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതില് കുന്തി ദേവി ഭഗവാൻ തങ്ങൾക്ക് നൽകിയ അത്യധികമായ കാരുണ്യത്തെ കുറിച്ചാണ് പറയുന്നത്. ആ ഒരു കാരുണ്യത്തിന്റെ മഹത്വം വെളിവാക്കാൻ വേണ്ടിയാണ് കുന്തി ദേവി ഭഗവാൻ കൃഷ്ണന്റെ സഹോദരന്മാർ കംസനാൽ വധിക്കപ്പെട്ടു എന്നും അവരെ കൃഷ്ണൻ രക്ഷപ്പെടുത്തിയില്ല, പക്ഷെ അത്യധികമായ ആപത്ത് സ്വന്തം സഹോദര കുന്തി ദേവിയും അദ്ദേഹത്തിന്റെ മക്കളോടും ഓർക്കാനും കാരുണ്യത്തെ മഹത്വവൽക്കരിക്കാനും അതില് ദീർഘകാലം തടവിലാക്കപ്പെടുകയും പീഡിപ്പിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പം ഒരു എന്തുകൊണ്ടാണ് ദേവകി മാതാവിനോട് ആ കാരുണ്യം നമുക്ക് ഈശ്വരന് എല്ലാവരോടും കാരുണ്യം ഉണ്ടെങ്കിലും ദേവകി ദേവി അതിന്റെ കാരണമായിട്ട് പറയുന്നത്, അല്ലെങ്കിൽ കുന്തി ദേവിയുടെ മനസ്സറിഞ്ഞ് ശ്രീല പ്രഭുപാദ് ഈ ഭാവാർത്ഥത്തിൽ അതിന്റെ കാരണമായിട്ട് പറയുന്നത്, ദേവകി മാതാവിന് അപ്പോൾ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, ഭർത്താവ് ഉണ്ടായിരുന്നു, വസുദേവരുണ്ടായിരുന്നു. പക്ഷെ അതേസമയം കുന്തി മാതാവിന് ആ സമയം വിധവയായിരുന്നു. അതിനാൽ വിധവയാക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ 5 മക്കളുമുണ്ട്. കാട്ടിലാണ് അവർ താമസിക്കുന്നത്. ഇത്രയും നിസ്സഹായ അവസ്ഥയിലാണ് ഭഗവാന്റെ കാരുണ്യം വേഗം കുന്തി മാതാവിന് എത്തിയത് എന്നാണ് ഇതിൽ മനസ്സിലാക്കാനായിട്ടുള്ളത്. ഈശ്വരന്റെ കാരുണ്യം ഒരു സ്വന്തമായിട്ട് മറ്റൊരു മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ സ്വയം സാക്ഷാത്കരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈശ്വരന്റെ കാരുണ്യം വളരെ വേഗം ലഭിക്കും എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഇത് എഴുതിയ SC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദിന്റെ കാര്യം തന്നെ ആലോചിച്ചാല് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. സന്യാസം എടുക്കുന്ന സന്ദർഭ ഭാഗവതം ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ അത് പബ്ലിഷ് ചെയ്യുകയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കും ഒക്കെ ഇത് പ്രസിഡന്റിനും ഇതെല്ലാം സമ്മാനിക്കുക, അങ്ങനെ പല രീതിയിൽ അദ്ദേഹത്തിന് ധനമൊന്നും ഇല്ലെങ്കിലും ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു, കേൾക്കുന്നില്ല. അദ്ദേഹം അത്
ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭുവിന് നെറ്റ് ഇഷ്യൂ ആണ്, എല്ലാരും ദയവായി ക്ഷമിക്കുക. പ്രഭു റീജോയിൻ ചെയ്യുന്നുണ്ട്. ഹരേ കൃഷ്ണ. എവിടെയാണെങ്കിലും കുഴപ്പമില്ല. എന്റേത് വേണമെങ്കിൽ റീനെയിം ചെയ്തോളൂ പ്രഭു. താങ്ക് യു പ്രഭു. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. ക്ലിയർ ആണ് പ്രഭു, ക്ലിയർ ആണ്. ദയവായി തുടങ്ങിയാൽ. ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ശ്രീമദ് ഭാഗവതത്തില് ശീല പ്രഭുപാദ് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യം, ശീല പ്രഭുപാദിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശീല പ്രഭുപാദിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, അദ്ദേഹത്തിന് വളരെയധികം ഒരു ബുദ്ധിമുട്ടെന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് തൻ്റെ ഗുരുവിൻ്റെ നിർദ്ദേശം പാലിക്കാനായിട്ട് വൃന്ദാവനത്തിൽ എത്തിയത്. അവിടെ അദ്ദേഹം ശ്രീമദ് ഭാഗവതം പബ്ലിഷ് ചെയ്യുകയും മറ്റെല്ലായിടത്തും ഭാഗവത തത്വം എത്തിക്കാനും അദ്ദേഹം ശ്രമിച്ചു. എന്നിട്ടും അതിലും ഉപരിയായിട്ട് അദ്ദേഹം തൻ്റെ വാർദ്ധക്യത്തിൽ തന്നെ അദ്ദേഹം വിദേശത്തേക്ക് പോവുകയും ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ആ ഒരു ഇംഗ്ലീഷ് ഭാഷ ഉള്ള സ്ഥലങ്ങളിലെല്ലാം ശ്രീമദ് ഭാഗവത്തിൻ്റെ തത്വം പ്രചരിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. ആ സമയത്ത് ആദ്യകാലത്ത് ശീല പ്രഭുപാദിന് എവിടെയും ഒരു പ്രോപ്പർ സ്ഥലമൊന്നും ഇല്ലായിരുന്നു. ആദ്യത്തെ ഒരു വർഷത്തേക്ക് ശീല പ്രഭുപാദ് പല പല സ്ഥലങ്ങളിൽ താമസിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട്. അതായത് ആദ്യം സാലി അഗർവാളിൻ്റെ വീട്ടിലായിരുന്നു ശീല പ്രഭുപാദ് താമസിച്ചിരുന്നത്. അവിടെ ഏകദേശം 1 മാസം താമസിച്ചതിന് ശേഷം ബട്ട്ലർ പെൻസിൽവാനിയ YMCAയിലേക്ക് അദ്ദേഹം മാറുകയാണ്. YMCAയിൽ കുറച്ച് നാൾ താമസിച്ചതിന് ശേഷമാണ് അദ്ദേഹം മിശ്ര, ഒരു ഭാരതീയനായിട്ടുള്ള ഒരു യോഗ ടീച്ചർ, അദ്ദേഹത്തിൻ്റെ യോഗ ആശ്രമത്തിൽ താമസിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം അവിടെ താമസിച്ചതിന് ശേഷം അദ്ദേഹം തന്നെ ഒരു ചെറിയൊരു മുറി എടുത്തു കൊടുത്തു അതിൻ്റെ തൊട്ടടുത്ത്. അപ്പം ആ മുറിയിൽ അദ്ദേഹത്തിന് ബാത്റൂമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അവിടെ ഇരുന്ന് അവിടേക്ക് അദ്ദേഹത്തിന് ഒന്നും കിച്ചണോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അദ്ദേഹം അവിടെ കുറച്ചു നേരം ഇരുന്നതിന് ശേഷം പിന്നെ കുളിക്കാനൊക്കെ ആയിട്ട് മിശ്രയുടെ യോഗ സ്റ്റുഡിയോയിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ അതിനുശേഷം അദ്ദേഹത്തിന് അവിടെ അധികം എല്ലാവരും അങ്ങനെ ഈശ്വരാബോധം മനസ്സിലാക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരൊന്നും അധികം ഉണ്ടായിരുന്നില്ല. പിന്നെ അദ്ദേഹത്തിന് അവിടുന്ന് മാറണം എന്ന് തോന്നി. അപ്പം ആ സമയത്താണ് അദ്ദേഹത്തിന് വേറൊരു ചെറിയൊരു ഒരു കാൾ ഏൺസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു ലോഡ്ജ് കിട്ടിയത്. ആ ലോഡ്ജിൽ അദ്ദേഹത്തിൻ്റെ റൂംമേറ്റ് ആയിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിൻ്റെ ടേപ്പ് റെക്കോർഡറും ഒക്കെ അവിടുന്ന് മോഷണം പോവുകയും ചെയ്തു. പിന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചപ്പോഴാണ് ഒരു സുഹൃത്ത് അദ്ദേഹത്തിനോട് പറഞ്ഞത്, ഈ ബൊവറി എന്ന് പറഞ്ഞ തെരുവുകളിൽ അവിടെ ചീപ്പായിട്ട് റൂം കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അവിടേക്ക് വരികയും അവിടെ ഒരാളുടെ കൂടെ താമസിക്കുകയും ചെയ്തു. പക്ഷെ കൂടെ താമസിച്ച അദ്ദേഹം വളരെയധികം ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ശാരീരികമായ ഉപദ്രവം ഏൽക്കും എന്നൊരു ഘട്ടം വന്നപ്പം അവിടുന്ന് തൻ്റെ എല്ലാ സാധനങ്ങളും, തൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും അവിടെ ആ റൂമിൽ വച്ചതിന് ശേഷം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ചെയ്തത്.
അങ്ങനെയാണ് അദ്ദേഹം മൈക്കിൾ ഗ്രാൻസൺ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ റൂമിൽ പോയി മുട്ടുകയും അദ്ദേഹമാണ് പിന്നെ മുകുന്ദ ഗോസ്വാമിയായിട്ട് അറിയപ്പെടുന്നത്. ആ മൈക്കിൾ ഗ്രാൻഡ് ആണ് ശീല പ്രഭുപാദിന് പെർമനന്റ് ആയിട്ട് ഒന്ന് സ്റ്റേ ചെയ്യാനായിട്ടുള്ള ആദ്യത്തെ ഒരു ഫെസിലിറ്റി ഒരുക്കി കൊടുത്തത്. അദ്ദേഹമാണ് 26 സെക്കൻഡ് അവന്യൂവിൽ ഒരു കടമുറി പ്രഭുപാദിന് എടുത്തു കൊടുക്കുകയും ആ കടമുറിയുടെ മുകളിൽ ഒരു സ്ഥലത്ത് അദ്ദേഹത്തിന് താമസിക്കാനായിട്ട് അവസരം കൊടുക്കുകയും ചെയ്തത്. അപ്പം നമുക്ക് അതിൽ നിന്ന് അപ്പം ഏകദേശം അമേരിക്കയിൽ പോയിട്ട് 1 വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് പെർമനന്റ് ആയിട്ട് കുറച്ചു നാളെങ്കിലും സ്ഥിരമായിട്ട് താമസിക്കാനുള്ള ഒരു സ്ഥലം ശ്രീല പ്രഭുപാദിന് കിട്ടിയത്. അപ്പൊ നമ്മൾ ഇത് ആലോചിച്ച് നോക്കണം. പ്രഭുപാദിനൊരു സ്ഥലം ഉണ്ടായിരുന്നു, രാധാ ദാമോദർ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് പ്രസാദം ഉണ്ടായിരുന്നു. എങ്കിലും അവിടെ അദ്ദേഹം തൻ്റെ ബുക്കുകൾ പബ്ലിഷ് ചെയ്യാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി. പക്ഷെ ആ ബുദ്ധിമുട്ടിന്റെ പുറത്താണ് അദ്ദേഹം ഇങ്ങനെ അമേരിക്കയിലേക്ക് വരികയും ഇങ്ങനെ ഈ ഭാഗവത തത്വം തൻ്റെ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം പ്രചരിപ്പിക്കുകയും ചെയ്തത് എന്നുള്ളത് നമുക്ക് വളരെയധികം നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ശീല പ്രഭുപാദിന്റെ ഉദാഹരണം തന്നെയാണ് നമുക്ക് ഈ ഒരു ശ്ലോകത്തിലും നമുക്ക് നിഴലിച്ച് കാണാനായിട്ട് സാധിക്കുന്നത്. കുന്തിദേവി എന്തുകൊണ്ടാണ് ഭഗവാന്റെ കാരുണ്യം തനിക്ക് വേഗം കിട്ടിയത് എന്ന് പറയുന്നത് കാരണം കുന്തിദേവി നിസ്സഹായ അവസ്ഥയിലായിരുന്നു എന്നതാണ്. അപ്പം ഇവിടെ ശ്രീല പ്രഭുപാദും തൻ്റെ ആദ്യകാലത്തിൽ നിസ്സഹായ അവസ്ഥയായിരുന്നു. പക്ഷെ അതിനെ എങ്ങനെയും പ്രോപ്പർലി മാനേജ് ചെയ്യാനല്ല ശ്രീല പ്രഭുപാദ് ശ്രമിച്ചത്. താൻ കൂടുതൽ ബുദ്ധിമുട്ടുകൾ സ്വയം വരിക്കാനാണ് ശ്രീല പ്രഭുപാദ് അവിടെ ശ്രമിച്ചത്. അപ്പൊ ഇത് വളരെ നമുക്കൊക്കെ അത് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം നമ്മൾ കൂടുതലായിട്ട് ഈശ്വരന്റെ കാര്യത്തിൽ എൻഗേജ്ഡ് ആവാനായിട്ട് ശ്രമിക്കുമ്പം നമുക്ക് കൂടുതലായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് വരും. ആ ഡിഫിക്കൽട്ടീസിലൂടെ നമ്മൾ ആ സേവനം തുടർന്ന് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു നിസ്സഹായ അവസ്ഥ, ഈശ്വരനല്ലാതെ മറ്റൊരാളും ഇല്ല എന്നുള്ള ഒരു നിസ്സഹായ അവസ്ഥയിലേക്ക് വരികയും അങ്ങനെ നമുക്ക് കൃഷ്ണന്റെ കാരുണ്യം വളരെ വേഗം കിട്ടുകയും ചെയ്യുന്നത്. അപ്പൊ ഇത് ശീല പ്രഭുപാദിന്റെ ഉദാഹരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റു പല പല ഉദാഹരണങ്ങളും ശ്രീമദ് ഭാഗവതത്തിലും മറ്റു പുരാണങ്ങളിലും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പരീക്ഷിത് മഹാരാജന്റെ ഉദാഹരണം, അദ്ദേഹം ഗർഭസ്ഥാവസ്ഥയിലിരിക്കുമ്പം ഉത്തരയുടെ വയറ്റിലിരിക്കുന്ന സമയത്ത് അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം അയക്കുകയും അദ്ദേഹത്തിന് അന്ന് പ്രാർത്ഥിക്കാനോ ഒന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ അമ്മ പ്രാർത്ഥിക്കുകയും ആ നിസ്സഹായ അവസ്ഥയിൽ ഭഗവാൻ വന്ന് അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഈ അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിലും അദ്ദേഹം വലിയൊരു അപരാധം ഒന്നും ചെയ്തിട്ടില്ല, എങ്കിലും ഒരു ചെറിയൊരു അപരാധത്തിനും വലിയൊരു ശിക്ഷയാണ് അദ്ദേഹം ചെയ്തത്. അപ്പോഴും അദ്ദേഹം ആ ഒരു നിസ്സഹായ അവസ്ഥയിൽ ഈശ്വരൻ തന്നെ ശുകദേവ ഗോസ്വാമി അയക്കുകയും ആ 7 ദിവസം അദ്ദേഹം പൂർണ്ണമായിട്ട് ഈശ്വരന്റെ കാര്യങ്ങൾ കേൾക്കുകയും ഇപ്പം ഭഗവാൻ തന്നെ ശ്രീമദ് ഭാഗവത രൂപേണ അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് അദ്ദേഹത്തിന് അനുഗ്രഹം നൽകുകയും ചെയ്തു എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് നമുക്ക് സേവനങ്ങൾ ചെയ്യുമ്പോഴും മറ്റും ഇന്ദ്രിയങ്ങൾക്കും ഒക്കെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. ചിലപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നമ്മൾ വന്ന രീതി ആയിരിക്കണം എന്നില്ല. ഒരു ക്ഷേത്രത്തിൽ വരികയും അവിടെ സേവനം ചെയ്യുകയും മറ്റാൾക്കാരുമായിട്ട് ഇടപഴകുകയും ചെയ്യുമ്പോൾ അപ്പൊ അതിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അത് സ്വയം ഭരിക്കാനായിട്ട് നമ്മൾ തയ്യാറാവണം എന്നതാണ് കുന്തിദേവിക്ക് വേഗം അനുഗ്രഹം കിട്ടിയതിലും ശീല പ്രഭുപാദിന് എത്രയും ഉന്നതമായ സേവനം ചെയ്യാൻ പറ്റിയതും എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ അവർ സ്വയം ബുദ്ധിമുട്ട് വരിക്കാൻ തയ്യാറായി എന്നത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ ശ്ലോകത്തിന്റെ ഉള്ളടക്കം നമുക്ക് അതിൻ്റെ അന്തസ്സത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു സ്വയം ആ ഒരു ബുദ്ധിമുട്ട് എടുക്കുന്ന ആ ഒരു വ്യക്തിക്ക്, സ്വയം ആ ഒരു സേവനം ചെയ്യുമ്പോഴും മറ്റും ഉണ്ടാകുന്ന ആ ബുദ്ധിമുട്ട് സ്വയം വരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈശ്വരന്റെ അനുഗ്രഹം വളരെ വേഗം പ്രാപ്തമാകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താ പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ ഒരു ഭക്തന് ഈ സ്വയം ബുദ്ധിമുട്ട് എങ്ങനെ വരിക്കാൻ പറ്റും എന്നതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ടുള്ളത്. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം
അവർക്ക് കുന്തിദേവി അനുഭവിക്കുന്ന ദുഃഖങ്ങൾ അവർക്ക് വരണം എന്ന് അവർക്ക് ആഗ്രഹമൊന്നും ഉണ്ടാവില്ല. ദേവകി മാത അനുഭവിക്കുന്ന ദുഃഖം വരണം എന്ന് ആഗ്രഹം ഉണ്ടാവില്ല. ഭക്തൻ എങ്ങനെയാണ് സ്വയം ആ ബുദ്ധിമുട്ട് വരിക്കാനായിട്ട് സാധിക്കുന്നത്? ഭക്തന് ഭക്തിയുത ജീവിതത്തില് ഉണ്ടാവുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മറ്റു ഭക്തന്മാരോടൊപ്പം ജീവിക്കുക, അല്ലെങ്കിൽ മറ്റു ഭക്തന്മാരോട് ഒന്നിച്ച് പ്രചരണം ചെയ്യുക എന്നുള്ള ഒരു ഘട്ടമാണ് അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. ആ ബുദ്ധിമുട്ട് വരിക്കാനായിട്ട് ഒരു ഭക്തൻ തയ്യാറാകണം. ഇപ്പൊ നമ്മൾ വീട്ടിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മളെ ആരും ക്രിട്ടിസൈസ് ചെയ്യാനോ നമ്മളെ ദോഷം പറയാനോ ആരും ഉണ്ടാവില്ല. നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ നോക്കി നടക്കും. പക്ഷെ നമ്മൾ ഒരു ക്ഷേത്രത്തിലേക്ക് പോകുമ്പോഴും ക്ഷേത്രത്തിലെ മറ്റു ഭക്തന്മാരുമായിട്ട് ഇടപഴകുമ്പോഴും തീർച്ചയായിട്ടും അവിടെ ക്രിറ്റിസിസംസ് ഉണ്ടാകും, വഴക്കുണ്ടാകും, പരസ്പരമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു സാഹചര്യമായിരിക്കണം ഇല്ല അവിടെ ഉണ്ടാകുക. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഒരു സുഖമായ ഒരു അവസ്ഥയും ആയിരിക്കണം അവിടെ ഉണ്ടാവണം എന്നില്ല. അവിടെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷെ ആ ബുദ്ധിമുട്ടുകളെ ഭയന്നിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ശ്ലോകത്തിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടില്ല. നമുക്ക് പല ശ്രീല പ്രഭുപാദിന്റെ ഉദാഹരണം മാത്രമല്ല, പല ആചാര്യന്മാരും ഇന്ന് ശ്രീല പ്രഭുപാദിന്റെ ശിഷ്യന്മാരായിട്ടുള്ള പല ആചാര്യന്മാരും എന്തുകൊണ്ടാണ് അവർ ഇത്രയും ബുദ്ധിമുട്ടുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കിതിന്റെ രഹസ്യം മനസ്സിലാക്കാനായിട്ട് പറ്റും. നമുക്കറിയാൻ പറ്റും, ഒരുപാട് ആധ്യാത്മിക ആചാര്യന്മാര് അവരുടെ വാർദ്ധക്യത്തിന്റെ ഒരു അഡ്വാൻസ്ഡ് സമയത്തും അവർക്ക് പല അസുഖങ്ങൾ ഉണ്ടെങ്കിൽ കൂടി അവര് ഭക്തന്മാരോടൊപ്പം ഇരിക്കാനും ഭക്തന്മാരുമായിട്ട് സമയം ചെലവിടാനും അവരുടെ വളരെ നിസ്സാരങ്ങളും ചിലപ്പം ഒഫൻസീവ് ആയിട്ടുള്ള ചോദ്യങ്ങളും നമ്മൾ ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കും. അത്തരം ചോദ്യങ്ങളെ അവർ പോയി നേരിടാനും ചിലപ്പോൾ അവർക്ക് ആ സാഹചര്യവും ബുദ്ധിമുട്ടാവണമെന്നില്ല. ഇപ്പം നമുക്കിവിടെ ഈ സൗത്ത് ഇന്ത്യയിൽ വളരെ ചൂടാണ്. ഇത് കഴിഞ്ഞിട്ടായിരിക്കും അവര് ചിലപ്പം മറ്റൊരു സ്ഥലത്തേക്ക്, വിദേശ രാജ്യത്തേക്ക് പോകുന്നത്. അവിടെ വളരെ തണുപ്പായിരിക്കും. അപ്പം അവരുടെ ആരോഗ്യം വളരെ കുറവായിരിക്കും. അവർക്ക് സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം ഉണ്ടായിട്ടും അവര് നിരന്തരം സഞ്ചരിക്കുകയും ലോകമെമ്പാടും ഈശ്വരാബോധം പ്രചരിപ്പിക്കാനും ശ്രമിക്കുന്നത് ഈ ബുദ്ധിമുട്ടുകൾ അവർ സ്വയം വരിക്കുന്നത് കൊണ്ടാണ്. സ്വയം സ്വീകരിക്കുമ്പോൾ ഭഗവാന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള കാരുണ്യം അവർക്ക് വന്നു ചേരും. അപ്പൊ നമുക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ എടുക്കേണ്ട ഒരു പാഠം. നമുക്കിതേപോലെ ചിലപ്പോൾ ചെയ്യണം പറ്റണം എന്നില്ല. നമുക്കിതേപോലെ നമ്മൾ ചിലപ്പോൾ വാർദ്ധക്യമായിട്ടുണ്ടാവില്ല. ഇതേപോലെ ലോകമെമ്പാടും പ്രചരണം ചെയ്യാനുള്ള മനസ്സോ അല്ലെങ്കിൽ അതിനുള്ള ശേഷിയോ ചിലപ്പോൾ നമുക്ക് ഉണ്ടാവണം എന്നില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു മൂഡ് വന്നു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ നിസ്സഹായ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈശ്വരന്റെ കാരുണ്യം കിട്ടുമല്ലോ. പക്ഷെ എനിക്ക് അങ്ങനൊരു അവസ്ഥ എങ്ങനെ വരുത്താൻ പറ്റും, എൻ്റെ ജീവിതത്തിൽ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്ന് നമുക്ക് ചിലപ്പോൾ സംശയം തോന്നും. അതിന് ശ്രീല പ്രഭുപാദ് വളരെ ലളിതമായിട്ട് നമുക്ക് ഒരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ നാമം ജപിക്കുമ്പം ഒരു കുഞ്ഞ് അമ്മയെ എങ്ങനെ ആഗ്രഹിക്കുന്നു എന്ന തലത്തിൽ ജപിക്കണം എന്ന് ശ്രീല പ്രഭുപാദ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പം ഒരു കുഞ്ഞ് കരയുകയാണ്. കരയുന്നത് മറ്റാരും വരാൻ വേണ്ടിയല്ല, എൻ്റെ അമ്മ അടുത്ത് വരാൻ വേണ്ടിയാണ് കുട്ടി കരയുന്നത്. അപ്പൊ അതേപോലെ ഫീലിങ്സ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇതൊരു ആർട്ടിഫിഷ്യലി കൊണ്ടുവരിക എന്നല്ല, പക്ഷെ ശ്രീല പ്രഭുപാദ് പറഞ്ഞ മൂഡ് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് നമ്മൾ ജപിക്കുമ്പോൾ നമുക്ക് രണ്ടൂന്ന് രീതിയിൽ ജപിക്കാം. നമുക്കൊരു റുട്ടീനായിട്ട് ജപിക്കാം, അല്ലെങ്കിൽ ആ ഒരു മന്ത്രത്തിന്റെ മനോഭാവം അല്ലെങ്കിൽ ആ മൂഡ് മനസ്സിലാക്കാതെ നമുക്ക് ജപിക്കാം. അല്ലെങ്കിൽ ആ മന്ത്രത്തിന്റെ മൂഡ് മനസ്സിലാക്കി, അല്ലയോ കൃഷ്ണ, എനിക്ക് അവിടുത്തെ സേവനം മാത്രമാണ് എനിക്ക് ഒരേ ഒരു വഴി എൻ്റെ ഈ ഭൗതിക സാഗരത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്. അതുകൊണ്ട് അങ്ങ് എനിക്ക് സേവനം നൽകണമേ എന്ന് വിചാരിച്ച് നമുക്ക് നാമം ജപിക്കാം. അപ്പം ശ്രീല പ്രഭുപാദും കുന്തി മഹാറാണിയും ദേവകി മാതാജിയും എല്ലാം അനുഭവിച്ച ആ ഒരു നിസ്സഹായ അവസ്ഥ, അവരുടെ എക്സ്റ്റേണൽ സാഹചര്യങ്ങൾ കൊണ്ട് വന്നതാണ് ആ നിസ്സഹായ അവസ്ഥ. അതിൽ അവർ പൂർണ്ണമായിട്ട് ഈശ്വരനെ
സമർപ്പിക്കാനായിട്ട് അവർക്ക് സാധിച്ചു. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ നിത്യേനയുള്ള നാമജപ സമയത്ത് നമുക്ക് ഇതേപോലെ നമുക്ക് ജപിക്കാനായിട്ട് പറ്റും. ആത്മാർത്ഥമായിട്ട് കൃഷ്ണനെ വിളിച്ച് ജപിക്കാനായിട്ട് പറ്റും. അത് ചിലപ്പോൾ നമുക്ക് രാവിലെയുള്ള സമയത്തേ അത് നമുക്ക് സാധിക്കത്തുള്ളൂ. കുറച്ച് വൈകി ഉച്ചയ്ക്കും വൈകുന്നേരവും ഒക്കെ നമ്മൾ അങ്ങനെ ജപിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ പല പല സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റും വന്നു ചേരും. അപ്പൊ നമുക്ക് ഈ ഒരു മൂഡ് കാണണം എന്നില്ല, ഈ ഒരു മൂഡിൽ നമുക്ക് ജപിക്കാൻ പറ്റണം എന്നില്ല. അപ്പൊ നമുക്ക് അതുകൊണ്ടാണ് ശീല പ്രഭുപാദ് നമ്മളോട് പറയുന്നത് രാവിലെ തന്നെ എഴുന്നേറ്റ് ജപിക്കാനായിട്ട്. അപ്പൊ ആ ഒരു മൂഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വരികയാണെങ്കിൽ, ആ മൂഡ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ ക്രമേണ നമ്മുടെ ഓരോ സന്ദർഭങ്ങളിലും ആ ദിവസം മുന്നോട്ട് പോകുമ്പം അവിടെ ഉണ്ടാകുന്ന ഓരോ സന്ദർഭങ്ങളിലും നമുക്ക് ആ ഒരു സബ്മിസീവായിട്ട് ഒരു മറ്റൊരു ആശ്രയവുമില്ലാതെ ഭഗവാനെ വിളിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നമുക്ക് വന്നു ചേരാനായിട്ട് പറ്റും. അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് വന്നു ചേരുമ്പം ഈശ്വരന്റെ കാരുണ്യം വളരെ വേഗം നമുക്ക് കിട്ടുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും. അപ്പം ഇതാണ് നമുക്ക് ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് നമ്മൾ എടുക്കാനുള്ള കാരണം. ഒരിത് നമ്മള് വീട്ടിൽ ഈ ഭാഗവത ക്ലാസ്സും ഇതെല്ലാം ഓൺലൈനായിട്ട് നമുക്ക് വരുന്നുണ്ട്. ഇതൊക്കെ ഐശ്വര്യമാജിയുടെയും കഥാമൃത പ്രഭുവിന്റെയും കാരുണ്യം കൊണ്ട് നമുക്ക് ഭാഗവതമൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ ഈ ഭാഗവതത്തിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഭക്തന്മാരുടെ സത്സംഗത്തിലേക്ക് വരാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഭക്തന്മാരോടൊത്ത് നമ്മൾ സേവനം ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഭക്തന്മാരോടൊത്ത് നമ്മൾ പ്രചരണം ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇതിൽ 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, ഭക്തന്മാരുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്കൊരു സ്മൂത്ത് സിറ്റുവേഷൻ ആയിരിക്കണം എന്നില്ല. അപ്പൊ ആ ദുർഘടം പിടിച്ച സിറ്റുവേഷനിലും നമ്മൾ ഭക്തി ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ആ ഒരു ഉത്സാഹത്തോടു കൂടി ഭക്തി ചെയ്യുകയാണെങ്കിൽ ഭഗവാന്റെ കാരുണ്യം വേഗം കിട്ടും. മാത്രമല്ല, നമ്മൾ വീട്ടിലിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഒരിക്കലും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. ഇന്ദ്രിയങ്ങളെ നമുക്ക് എൻഗേജ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഞാനിപ്പോ വെറുതെ എൻ്റെ കണ്ണും കാതും വാക്കുകളും ഒക്കെ ഇവിടെ ഭക്തന്മാരോടൊത്ത് ആ ഒരു ഭാഗവത്തിന്റെ കാര്യത്തിലാണ് ഇരിക്കുന്നത്. ഇതിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. എൻ്റെ കണ്ണ് എന്തെങ്കിലും കാണേണ്ടി വരും. ചിലപ്പം ഭൗതികമായ കാര്യങ്ങൾ കാണാനായിട്ട് ശ്രമിക്കും, അല്ലെങ്കിൽ ഭൗതികമായ കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിക്കും. അപ്പം നമ്മൾ വിചാരിച്ചാലും ഇതൊന്നും ചെയ്യരുത് എന്ന് വിചാരിച്ച് നമ്മുടെ ഇന്ദ്രിയങ്ങളെ അടക്കാൻ ശ്രമിച്ചാലും ഇന്ദ്രിയങ്ങൾ വളരെ പവർഫുൾ ആണ്. ജന്മജന്മാന്തരങ്ങളായിട്ട് അത് ഒരു നിയന്ത്രിക്കാൻ പറ്റാത്തൊരു കാര്യമായിട്ട് നിൽക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഡിറ്റർമിനേഷന്, നമ്മുടെ നിശ്ചയദാർഢ്യത്തെ അതിക്രമിച്ച് അത് ഭൗതികമായ കാര്യങ്ങളിൽ പോകും. പക്ഷെ നമ്മുടെ ഭക്തന്മാരോടൊപ്പം നിൽക്കുകയാണെങ്കിൽ ഭക്തന്മാര് നമുക്കൊരു സേവനം തരും. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു KPR ആയതുകൊണ്ട് ഞാൻ എൻ്റെ മൊബൈൽ ഡേറ്റയിലാണ് ഈ ഭാഗവതം എടുക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ അത് പരാജയപ്പെട്ടു. അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു കണക്ഷൻ കിട്ടിയില്ല. ഉടനെ തന്നെ ഷഡ്ഭുജപ്രഭുവും ഗൗരപ്രിയ മാജി എന്നെ വിളിക്കുകയും അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും അവരുടെ ആ ഫെസിലിറ്റിയിൽ ഇത് ഈ ഒരു ക്ലാസ് എടുക്കാനായിട്ട് അവസരം തരികയും ചെയ്തു. അപ്പൊ അതാണ് ഭക്തന്മാരുടെ സംഘത്തിൽ നിന്നാലുള്ള ആ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ. അപ്പൊ അവര് നമുക്ക് ആ സേവനം ചെയ്യാനുള്ള സഹായവും സേവനം നമുക്ക് തുടർന്ന് ചെയ്യാനുള്ള പ്രോത്സാഹനവും എല്ലാം അവര് നമുക്ക് തരും. അപ്പൊ നമ്മുടെ ഇന്ദ്രിയങ്ങൾ വെറുതെ ഇരിക്കില്ല. ഇന്ദ്രിയങ്ങൾ എപ്പോഴും എൻഗേജ്ഡ് ആയി. അങ്ങനെ എൻഗേജ്ഡ് ആയാൽ മാത്രമേ അതിനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റുള്ളൂ. ബാക്കി അല്ലാതെ നമ്മൾ വെറുതെ ഇന്ദ്രിയങ്ങളെ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഭൗതിക കാര്യങ്ങളായിരിക്കും പോയി ചേരുന്നത്. അപ്പൊ ഈ ഒരു കാര്യത്തിൽ നിന്ന് ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമ്മൾ കൂടുതലായിട്ടുള്ള സേവനത്തിലേക്ക് എൻഗേജ് ആവണം. കൂടുതൽ സേവനത്തിലേക്ക് എൻഗേജ്ഡ് ആവണമെങ്കിൽ നമ്മൾ ഭക്തന്മാരുടെ സത്സംഗത്തിൽ വരാനായിട്ട് ശ്രമിക്കണം. നമ്മൾ ക്ഷേത്രത്തിൽ വരാനായിട്ട് ശ്രമിക്കണം. ശീല പ്രഭുപാദ് ഒരു ലെറ്ററിൽ പറയുന്നത്, അറ്റ്ലീസ്റ്റ് നമ്മൾ 2 തവണയെങ്കിലും ക്ഷേത്രത്തിൽ പോകണം. ഗൃഹസ്ഥന്മാര്, ക്ഷേത്രത്തിൽ നിന്ന് മാറി താമസിക്കുന്ന വ്യക്തികൾ 2 തവണയെങ്കിലും ക്ഷേത്രത്തിൽ വരണം എന്ന് പറയുന്നുണ്ട്. അപ്പം ക്ഷേത്രത്തിൽ വരികയും ഭക്തന്മാരോടൊപ്പം സത്സംഗം ചെയ്യുകയും അതേപോലെ തന്നെ നമ്മൾ ഇതേപോലുള്ള ഭാഗവതം വായിക്കുകയും പഠിക്കുകയും ഭക്തന്മാരോടൊപ്പം പഠിക്കുകയും ചെയ്യണം.
അല്ലെങ്കിൽ നമുക്ക് അതിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവത്തില്ല. അപ്പൊ നമ്മൾ ക്ഷേത്രത്തിൽ പോവുകയും ക്ഷേത്രത്തിൽ സേവനം ചെയ്യുകയും അവരോടൊപ്പം ഇരുന്ന് നാമം ജപിക്കുകയും ചെയ്യും. പക്ഷെ അതിൽ നിന്ന് എന്ത് പാഠമാണ് ഉൾക്കൊള്ളേണ്ടത് എന്നത് ഈ ശ്രീമദ് ഭാഗവത്തിൽ നിന്നും ശീല പ്രഭുപാദിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഒരേ കാര്യം, ഇപ്പോൾ ഒരാൾ ഒരു ഡ്രൈവിങ് ചെയ്യുന്ന ഒരു വ്യക്തി ഒരു തെറ്റായ രീതിയിലായിരിക്കും അയാൾ ഡ്രൈവ് ചെയ്യുന്നത്. പക്ഷെ അയാളുടെ കാറിനകത്ത് ആരെയും കൂട്ടിയില്ലെങ്കിൽ അയാൾ ഒറ്റയ്ക്ക് അയാളുടെ ജീവിതം മുഴുവൻ ആ തെറ്റായ രീതിയിലായിരിക്കും അയാൾ ഡ്രൈവ് ചെയ്യുന്നത്. പക്ഷെ ഏതെങ്കിലും ഒരു പാസഞ്ചർ അയാൾ കയറി കഴിഞ്ഞാൽ, ഒരു ഡ്രൈവർ ഉണ്ടെങ്കിൽ അയാൾ പറയും, നിങ്ങൾ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, നിങ്ങൾ എപ്പോഴും ക്ലച്ചിൽ അമർത്തിക്കൊണ്ടിരിക്കുന്നു, ക്ലച്ച് തേഞ്ഞു പോകും, അങ്ങനെ ക്ലച്ചിൽ ചവിട്ടരുത് എന്ന് ആ വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കും. അപ്പം നമ്മൾ ആ നിർദ്ദേശം കിട്ടണം. അപ്പം നിർദ്ദേശമാണ് ശീല പ്രഭുപാദിന്റെ പുസ്തകങ്ങൾ, സേവനമാണ് ആ ഡ്രൈവിങ്. അപ്പൊ ഡ്രൈവിങ്ങും കൂടെ ഒരു നിർദ്ദേശവും കൂടെ ഉണ്ടെങ്കിലാണ് നമ്മുടെ ലൈഫ് നമുക്ക് സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും ലൈഫിനെ പെർഫെക്റ്റ് ആക്കാനും സാധിക്കുന്നത്. അപ്പം നമ്മളെല്ലാവരും ഡെയിലി ശ്രീമദ് ഭാഗവതം ക്ലാസ് കേൾക്കുന്നുണ്ട്. അതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഭക്തന്മാരുടെ സത്സംഗത്തിലേക്ക് വരാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നമ്മൾ കൂടുതൽ സത്സംഗത്തിൽ വരുമ്പോൾ കൂടുതൽ നമുക്ക് ചലഞ്ചസ് വരും. ആ ചലഞ്ചസിനെ നമ്മൾ ഉൾക്കൊള്ളുമ്പം ശീല പ്രഭുപാദനും കുന്തി മഹാറാണിക്കും ഒക്കെ വേഗം അനുഗ്രഹം കിട്ടിയതുപോലെ നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹം വന്നു ചേരും. ഇനി 5 മിനിറ്റും കൂടെ ഉണ്ട്. എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കും. ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭു, പ്രഭു പറഞ്ഞത് എല്ലാം നല്ല കറക്റ്റാണ് പ്രഭു, അത് മനസ്സിലാവുകയും ചെയ്തു. പക്ഷെ നമുക്ക് ഒരു ബുദ്ധിമുട്ടിക്കണം എന്നുള്ളപ്പോ നാച്ചുറലായിട്ട് ഒരു റിപ്പലിംഗ് ടെൻഡൻസി ഉണ്ടല്ലേ പ്രഭു? ഇപ്പൊ ഞാൻ വെറുതെ വീട്ടിലിരിക്കുന്നത് അമ്പലത്തിൽ പോയി സേവനം ചെയ്യാം, പക്ഷെ അങ്ങനെ നമ്മൾ പലരുമായിട്ടും എന്തെങ്കിലും എന്നെ എടുക്കണം എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ അത് മനസ്സ് എപ്പോഴും ചിന്തിക്കുന്നത് മനസ്സ് എങ്ങനെ എൻജോയ് ചെയ്യാം എന്നുള്ള കാര്യമാണ് ചിന്തിക്കുന്നത് പ്രഭു. അപ്പൊ അതുകൊണ്ടാണ് ബുദ്ധിമുട്ടിലേക്ക് പോകണ്ട എന്ന് നമ്മൾ മനസ്സ് വിചാരിക്കുന്നത്. നമ്മൾ ബുദ്ധിമുട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്കിപ്പോൾ സ്വസ്ഥമായിട്ട് ഞാൻ ഇരിക്കുകയല്ലേ, എന്തിനാണ് ഇവരുടെ ഇടയിലേക്ക് ഞാൻ പോകുന്നത്, അതെനിക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും എന്നിങ്ങനെ മനസ്സ് നമ്മളെ പറഞ്ഞു തരികയാണ്. പക്ഷെ ഈ മനസ്സ് ഇങ്ങനെ നമ്മൾ ജന്മാന്തരങ്ങളായിട്ട് ഈ മനസ്സ് ഇത് നമുക്ക് പറഞ്ഞു തരികയാണ്. അങ്ങനെ നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശുദ്ധ ഭക്തി എടുക്കുന്നതിൽ നിന്ന് അത് നമ്മളെ തടയുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ മനസ്സ് അവിടെ നമ്മുടെ ഒരു ശത്രുവായിട്ട് ആക്ട് ചെയ്യുകയാണ്. നമ്മൾ ഇങ്ങനെ ഭക്തന്മാരുടെ സംഘത്തിൽ പോയാൽ ബുദ്ധിമുട്ടുണ്ടാകും, അങ്ങനെ വിചാരിച്ച് നമ്മൾ വീട്ടിനകത്ത് തന്നെ ഇരിക്കുകയും എനിക്ക് സ്വയം അഡ്വാൻസ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുകയും നമ്മൾ ചെയ്യുകയാണ്. പക്ഷെ ഇത് നമുക്കൊരു വലിയൊരു ചതിയാണ് മനസ്സ് ചെയ്യുന്നത്. മനസ്സ് നമ്മളോട് പറയും, നീ പെർഫെക്റ്റ് ആയിട്ട് നീ സേവനം ചെയ്താൽ മതി, നിന്റെ സാഹചര്യങ്ങളെല്ലാം കറക്റ്റ് ആക്കിയിട്ട് നിനക്ക് സേവനം ചെയ്താൽ മതി. ഇങ്ങനെ ഈ രീതിയിൽ സേവനം ചെയ്ത് അഡ്വാൻസ് ചെയ്ത ഒരു ഡിവോട്ടിയും നമുക്ക് കാണാനായിട്ട് പറ്റില്ല. നമുക്കറിയാം, ശീല പ്രഭുപാദിന്റെ ആദ്യകാല ശിഷ്യന്മാരെല്ലാം ഹിപ്പികളായിരുന്നു. ഹിപ്പികൾ എന്ന് പറഞ്ഞാൽ അവരെല്ലാം ലഹരി ഉപയോഗിക്കും, അവിഹിതമായ ബന്ധങ്ങളിലാണ് അവരുടെ ജീവിതം മുഴുവനും. അവർക്ക് ഒരാൾക്ക് തന്നെ എത്രയോ ഗേൾ ഫ്രണ്ട്സ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ പിന്നെ അവർ മത്സ്യമാംസാദികൾ കഴിക്കും, ഗാംബ്ലിങ്ങും ഇതെല്ലാം ചെയ്യും. അപ്പൊ റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ് എല്ലാം തെറ്റിച്ച ആദ്യകാല വ്യക്തികളാണ് ശീല പ്രഭുപാദിന്റെ അടുത്ത് വന്നത്. എന്നിട്ട് ശീല പ്രഭുപാദിന്റെ നിർദ്ദേശപ്രകാരം അവര് ശിഷ്യന്മാരാവുകയും, അതിലും ഏറ്റവും ഉപരി എന്ന് പറഞ്ഞാൽ ശീല പ്രഭുപാദ് പോകുന്നതിന് മുമ്പ് താൻ ഒക്ടോബർ 18, 1977 ശീല പ്രഭുപാദ് പറഞ്ഞു, ഇനി വരുന്ന വ്യക്തികൾ എൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് ശിഷ്യത്വം സ്വീകരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഹിപ്പികളായിട്ട് വന്നവർ ഏകദേശം 10 വർഷമേ ആയിട്ടുള്ളൂ ഹിപ്പി ജീവിതത്തിൽ നിന്ന് അവർ വന്നത്. പക്ഷെ അവര് ആ ഉത്തരവാദിത്തം എടുത്തപ്പോഴാണ് ശരിക്കും അവർ അഡ്വാൻസ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. ആ ഗുരു എന്നുള്ള സേവനം, നമ്മൾ ക്ഷേത്രം വൃത്തിയാക്കും, അതേപോലെ ഒരു സേവനമാണ് ഗുരു എന്നുള്ള സേവനം. അപ്പൊ അവർക്ക് പോലും അറിയത്തില്ല അവരുടെ ഇന്ദ്രിയങ്ങൾ എങ്ങനെ അവർക്ക് നിയന്ത്രിക്കാം. പക്ഷെ ശീല പ്രഭുപാദിന്റെ നിർദ്ദേശപ്രകാരം ഗുരു ആകണം എന്ന ആ ബുദ്ധിമുട്ടേറിയ സേവനം. ഗുരു ആകുമ്പം നമ്മൾ ക്ലീൻ ആയിരിക്കണം.
നമുക്ക് ഗുരുവായിട്ട് പിന്നെ നമുക്ക് ഫാൾ ഡൗൺ ആവാനായിട്ട് പറ്റില്ല. കാരണം നമ്മളെ ഫോളോ ചെയ്ത് വരുന്നവർ ഒത്തിരി ഉണ്ട്. അപ്പോൾ ആ ഒരു സേവനം ഒരു വോളണ്ടറി ആ ബുദ്ധിമുട്ട് അവർ ഏറ്റെടുത്തുകൊണ്ട് ആ ശില പ്രഭുപാദിന്റെ നിർദ്ദേശത്തിന്റെ ബലത്തിൽ അവർക്ക് പ്യൂരിഫൈ ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ വീട്ടിലിരുന്ന് നല്ല സ്വസ്ഥമായിട്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പെർഫെക്റ്റ് ആകും. ആവത്തില്ല. നമ്മൾ ക്ഷേത്രത്തിൽ വരാനും സേവനം ചെയ്യാനും ശില പ്രഭുപാദിന്റെ ആ നിർദ്ദേശം പാലിക്കുമ്പോഴാണ്, ആ ഡിഫിക്കൽറ്റി എടുക്കുമ്പോഴാണ് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് വരുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഒരു ആത്മീയ ജീവിതത്തിന്റെ പുരോഗതി എന്ന് പറഞ്ഞാൽ കാരുണ്യത്തെ ആസ്പദമാക്കിയാണ് ഇരിക്കുന്നത്. ആ കാരുണ്യം എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ നിർദ്ദേശമാണ്. ആ ഗുരുവിന്റെ നിർദ്ദേശം നമ്മൾ സ്വീകരിക്കുമ്പം ആ കാരുണ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പുരോഗതി ഉണ്ടാവും. അല്ലാതെ നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് നമുക്ക് അഡ്വാൻസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ശില പ്രഭുപാദ് ആർക്കും ബാബജി ഇനിഷ്യേഷൻ കൊടുത്തിട്ടില്ല എന്നത് നമ്മൾ ഓർക്കണം. ബാബജി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്കിരുന്ന് നാമം ജപിച്ച് വളരാൻ അഡ്വാൻസ് ചെയ്യാനുള്ള ബാബജി ഇനിഷ്യേഷൻ ശില പ്രഭുപാദ് ആർക്കും കൊടുത്തിട്ടില്ല. ഒരേ ഒരു ശിഷ്യനെ മാത്രമാണ് അത് കൊടുത്തത്. ആ ശിഷ്യന് എൻഡ് സ്റ്റേജ് ക്യാൻസർ ആണ് എന്ന് പറഞ്ഞപ്പം ശില പ്രഭുപാദ് ആ ശിഷ്യന് ബാബജി ഇനിഷ്യേഷൻ കൊടുത്തു. ആ ശിഷ്യൻ രാധാകുണ്ടിൽ പോയി ജപിച്ചു. പിന്നെ അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് വന്നപ്പോൾ അദ്ദേഹത്തിന് ക്യാൻസർ ഇല്ല എന്ന് മനസ്സിലായി. അപ്പൊ അദ്ദേഹം തിരിച്ച് ഭക്തന്മാരുടെ സംഘത്തിലേക്ക് വരേണ്ടതാണ്. പക്ഷെ അദ്ദേഹത്തിന് അവിടെ നിന്ന് വീഴ്ച പറ്റുകയാണ് ചെയ്തത്. അദ്ദേഹം പ്രസ്ഥാനത്തിൽ നിന്ന് വിട്ടുപോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് ശീല പ്രഭുപാദ് ആർക്കും ബാബജി ഇനിഷ്യേഷൻ കൊടുത്തില്ല. എല്ലാവരോടും അവസാന നിമിഷം വരെ ശീല പ്രഭുപാദ് ഭക്തന്മാരോടൊപ്പമായിരുന്നു. അപ്പോൾ ആ നിർദ്ദേശം നമുക്ക് ഈ ജീവിതത്തിൽ പെർഫെക്റ്റ് ആകണമെങ്കിൽ ഭക്തന്മാരോടൊപ്പം ഇരുന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പൊ ആ വോളണ്ടറി ബുദ്ധിമുട്ട് നമ്മൾ സ്വീകരിക്കണമെന്ന് ആണ് ശീല പ്രഭുപാദ് ഇതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം അത് നമ്മൾ പറഞ്ഞു തരുന്നത് ചീറ്റിംഗ് ആണെന്ന് മനസ്സിലാക്കി അതിനെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഭക്തന്മാരോടൊപ്പം വരേണ്ടതാണ്. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭുജി. അപ്പൊ ഈ ഗുരു സമ്പ്രദായം ആരും ഗുരുക്കന്മാരായിട്ട് ശീല പ്രഭുപാദര് ഇതില്ലെങ്കിൽ ഇപ്പോഴത്തെ ജയപതാക ഗുരുസ്വാമികളൊക്കെ അതെങ്ങനെയാണ് അപ്പോ പ്രഭുജി? ആർക്കും പാരമ്പര്യമായിട്ട് അങ്ങനെ കൊടുത്തിട്ട് ഹരേ കൃഷ്ണ. ഗുരുക്കന്മാർക്ക് ഇങ്ങനെ നമ്മള് അല്ല ശിഷ്യന്മാർക്ക് കൊടുക്കും ഗുരുസ്ഥാനം കൊടുക്കില്ലേ പ്രഭുജി? ഇപ്പൊ പറഞ്ഞല്ലോ ഗുരുക്കന്മാർക്കൊരു അംഗീകാരം കൊടുക്കൂലോ ബാക്കിയുള്ള ഫോളോവേഴ്സിന് ശരിയാക്കാനായിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ജയപതാക സ്വാമി തുടങ്ങിയുള്ളവരൊക്കെ ശീല പ്രഭുപാദരുടെ കീഴിലല്ലേ വരുന്നേ? അപ്പോ അതെങ്ങനെയാണാവോ? ക്ലിയർ ആയില്ല എന്ന് വിചാരിക്കുന്നു. അതായത് നമ്മുടെ പെർഫെക്ഷൻ വരുന്നത് ഗുരുവിന്റെ നിർദ്ദേശപ്രകാരമാണ്. അതായത് ശീല പ്രഭുപാദാണ് പറഞ്ഞത് തന്റെ ജീവിതത്തിന് ശേഷം എന്റെ ശിഷ്യന്മാര് ഗുരുക്കന്മാരായിട്ട് വർത്തിക്കുമെന്ന്. അത് ഏതൊക്കെ ശിഷ്യന്മാർ അത് ഏറ്റെടുത്തോ, അതായത് ഞാൻ ഗുരുവായിട്ട് പ്രഭുപാദിനെ സെർവ് ചെയ്യാം എന്ന് ഏറ്റെടുത്തോ, ആ പ്രഭുപാദിന്റെ കാരുണ്യം കൊണ്ട് ആ വ്യക്തികൾക്ക് പെർഫെക്ഷനിലേക്ക് വരാനും പറ്റി. അത് കാരണം അനേകം ജീവജാലങ്ങൾക്കും ബെനിഫിറ്റ് ഉണ്ടായി. അപ്പം നമ്മൾ എത്ര അഡ്വാൻസ്ഡ് ആയാലും ആ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മുടെ പെർഫെക്ഷൻ കിട്ടുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഹരേ കൃഷ്ണ. അപ്പൊ മനസ്സിലായി പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഈ ദീക്ഷാ ഗുരു എന്ന് പറയുന്നവര് ഇവിടെ കേരളത്തിലുള്ള ആരും ഇല്ലേ? ആക്ച്വലി യഥാർത്ഥത്തിൽ ആത്മീയ ഗുരുവിന് അവർക്ക് അവരുടെ വേഷമോ അവരുടെ വസ്ത്രമോ അല്ലെങ്കിൽ അവരുടെ ആശ്രമമോ അല്ലെങ്കിൽ അവർ ഏത് രാജ്യത്താണെന്നോ അല്ലെങ്കിൽ ഏത് ഭാഷ സംസാരിക്കുന്നെന്നോ അതൊന്നും അടിസ്ഥാനമല്ല. ഏതൊരു വ്യക്തിയാണ് തൻ്റെ ആധ്യാത്മിക ആചാരനെ പൂർണ്ണമായിട്ട് പിന്തുടരുന്നത്, അത്തരം
വ്യക്തിത്വങ്ങളാണ് ആധ്യാത്മിക ബോണഫൈഡ് നിർവ്യാജനായ ആധ്യാത്മിക ആചാര്യന്മാരായിട്ട് വർത്തിക്കുന്നത്. അപ്പം അറ്റ് പ്രസന്റ് ഇസ്കോണിന്റെ ഇതനുസരിച്ച് ഇവിടുന്ന് ഈ മലയാള ഭാഷ സംസാരിക്കുന്ന ആധ്യാത്മിക ആചാര്യന്മാരില്ല. പക്ഷേ ഈ ആധ്യാത്മിക ആചാര്യന്മാരെ ഒന്നും നമ്മൾ ബംഗാളി എന്നോ അല്ലെങ്കിൽ വിദേശി എന്നോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ എന്നോ എന്ന് നമ്മൾ തരംതിരിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നത് അപരാധമാണെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പം നമ്മൾ അവരുടെ ശാരീരിക അവസ്ഥയോ അവരുടെ നാഷണാലിറ്റിയോ ഒന്നും നമ്മൾ ചിന്തിക്കാനായിട്ട് പാടില്ല. ഏതൊരു വ്യക്തിയാണ് ആത്മീയ ആചാര്യന്റെ നിർദ്ദേശം പൂർണ്ണമായിട്ട് പിന്തുടരുന്നതും പൂർണ്ണമായിട്ട് കൃഷ്ണാബോധത്തിൽ വർത്തിക്കുന്നതും അത്തരം വ്യക്തിത്വങ്ങൾ ആത്മീയ ഗുരുക്കന്മാരായിട്ട് വർത്തിക്കാൻ സേവനം ചെയ്യാൻ യോഗ്യരാണ്. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ഇത്തരം വൈഷ്ണവരെ കാണാനായിട്ട്. അവരെ ഒരിക്കലും നമ്മൾ നമ്മുടെ ജാതി വർണ്ണ ദേശങ്ങളുടെ ഭേദചിന്തയിൽ നമ്മൾ അവരെ കാണാനായിട്ട് പാടില്ല. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വളരെ നന്ദിയുണ്ട് പ്രഭുജി. നല്ല മനോഹരമായ ക്ലാസ് ആണ്. ഇതിന്റെ ഇടയിൽ കുറച്ച് നെറ്റ് ഇഷ്യൂ ഉള്ളത് ഒഴിച്ച് നമുക്ക് ഇത് മഹാഭാഗ്യമാണ് പ്രഭുവിന്റെ ക്ലാസ് കേൾക്കാൻ കഴിഞ്ഞത്. വളരെ നന്ദിയുണ്ട് പ്രഭുജി. വളരെ സന്തോഷം. താങ്ക് യു. വന്ന എല്ലാ ഡിവോട്ടീസിനും നന്ദി. കഥാമണ പ്രഭുവിനും ഐശ്വര്യമാജിക്കും നന്ദി. ആ ഗ്ലോറീസ് ടു ശ്രീല പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. താങ്ക് യു സോ മച്ച് പ്രഭു. കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടായി പ്രഭുവിന് നെറ്റ് ഇഷ്യൂ വന്ന കാരണം. സോറി പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് പ്രഭു. ഹരേ കൃഷ്ണ. ലീവ് ചെയ്യട്ടെ മാജി. ഓ പ്രഭു. ഹരേ കൃഷ്ണ. ശിവമാജി ഉണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഉണ്ട്. മാജി എനിക്ക് മാജിയുടെ നമ്പർ ഒന്ന് അയച്ചു തരുമോ മാജി? നമ്പറാ ഇപ്പൊ പറഞ്ഞാ മതിയോ? ഒരു മിനിറ്റ് മാജി. പറയണം മാജി. 81 81 13 85 76 ഓക്കെ 34. താങ്ക് യു മാജി. താങ്ക് യു. ഹരേ കൃഷ്ണ. ഞാൻ വിളിക്കാം മാജി. ഹരേ കൃഷ്ണ മാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പരമാനന്ദ പ്രഭു പറയണം പ്രഭു. മാജി ആ ഡിവോട്ടീസ് സീനിയർ ഡിവോട്ടീസ് മഹാരാജ്മാർ വരുന്നതിന്റെ ഷെഡ്യൂൾ ഒന്ന് പറയുമോ മാജി? ഒന്നും വന്നിട്ടില്ല പ്രഭു ഇതുവരെ. പ്രഭു ഞാനിപ്പോ വിളിച്ചു ചോദിച്ചപ്പോ ആരും അതിന്റെ ഷെഡ്യൂൾ ഒന്നും പറഞ്ഞില്ല പ്രഭു. ഹരേകൃഷ്ണ പ്രഭു ലീവായി. ഹരേകൃഷ്ണ പ്രഭു ഉണ്ടായിരുന്നെങ്കിൽ ചോദിക്കായിരുന്നു. ഞാൻ എന്തെങ്കിലും വിളിച്ചു ചോദിച്ചിട്ട് പറയാം പ്രഭു. ഞാൻ ആരെങ്കിലും വിളിച്ചു ചോദിച്ചു സുശാന്ത് പ്രഭുവിനോട് എന്തെങ്കിലും വിളിച്ചു ചോദിച്ചിട്ട് ഗ്രൂപ്പ് ഇടാം പ്രഭു. ഓക്കെ മാജി. താങ്ക് യു. താങ്ക് യു. ഹരേ